ശാന്തി 25/6/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഞാൻ ആത്മാവാണ് എന്ന ഉറച്ച നിശ്ചയം വരുത്തൂ. ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ഓരോ കാര്യവും ആരംഭിക്കൂ. അപ്പോൾ ബാബയുടെ ഓർമ്മ വരും, പാപം ഉണ്ടാവുകയില്ല. ചോദ്യം: കർമാതീത സ്ഥിതി പ്രാപ്തമാക്കുന്നതിനായി ഏതൊരു പ്രയത്നം ഓരോരുത്തർക്കും ചെയ്യേണ്ടതുണ്ട്? കർമാതീത സ്ഥിതിയുടെ സമീപതയുടെ അടയാളം എന്താണ്? ഉത്തരം: കർമാതീതം ആകുന്നതിനായി ഓർമ്മയുടെ ബലത്തിലൂടെ തൻ്റെ കർമ്മേന്ദ്രിയങ്ങളെ വശപ്പെടുത്തുന്നതിൻ്റെ പ്രയത്നം ചെയ്യൂ. ഇത് അഭ്യസിക്കൂ. ഞാൻ നിരാകാര ആത്മാവ്, നിരാകാരനായ ബാബയുടെ സന്താനമാണ്. എല്ലാ കർമ്മേന്ദ്രിയങ്ങളും നിർവികാരിയാവുക എന്നത് ശക്തമായ പ്രയത്നമാണ്. എത്ര കർമാതീത അവസ്ഥയ്ക്ക് സമീപം വന്നുകൊണ്ടിരിക്കുമോ അത്രയും ഓരോ അംഗങ്ങളും ശീതളവും സുഗന്ധിതവും ആയിക്കൊണ്ടിരിക്കും. അതിൽ നിന്നും വികാരി ദുർഗന്ധം മാറിപ്പോകും. അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓം ശാന്തി. ശിവഭഗവാനുവാച: ഇത് ആരെ പ്രതിയാണ് എന്നുള്ളത് കുട്ടികളോട് പറയേണ്ടതില്ല. കുട്ടികൾക്കറിയാം, ശിവബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. അപ്പോൾ തീർച്ചയായും ആത്മാക്കളോട് സംസാരിക്കുന്നു. കുട്ടികൾക്കറിയാം, ശിവബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ എന്ന വാക്കിലൂടെ മനസ്സിലാക്കുന്നു, പരമാത്മാവിനെ തന്നെയാണ് ബാബ എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരും ആ പരമാത്മാവിനെ തന്നെയാണ് ഫാദർ എന്ന് പറയുന്നത്. ബാബ പരംധാമത്തിൽ വസിക്കുന്നു. ആദ്യം ഈ കാര്യങ്ങൾ ഉറപ്പിക്കണം. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കണം. ഈ ഉറച്ച നിശ്ചയം വരുത്തണം. ബാബ എന്ത് കേൾപ്പിക്കുന്നുവോ അത് ആത്മാവ് തന്നെയാണ് ധാരണ ചെയ്യുന്നത്. ഏതൊരു ജ്ഞാനം പരമാത്മാവിലുണ്ടോ അത് ആത്മാവിലും വരേണ്ടതാണ്. അത് പിന്നെ വായിലൂടെ വർണ്ണിക്കേണ്ടതുണ്ട്. ഏതെല്ലാം പഠനം പഠിക്കുന്നുവോ അത് ആത്മാവ് തന്നെയാണ് പഠിക്കുന്നത്. ആത്മാവ് മാറിപ്പോവുകയാണെങ്കിൽ പഠനത്തിൻ്റെയോ മറ്റോ യാതൊരു അറിവും ഉണ്ടായിരിക്കില്ല. ആത്മാവ് സംസ്കാരം കൊണ്ടുപോയി മറ്റൊരു ശരീരത്തിലിരുന്നു. അപ്പോൾ ആദ്യം സ്വയം ആത്മാവാണ് എന്ന് ഉറച്ച രീതിയിൽ മനസ്സിലാക്കേണ്ടി വരും. ദേഹാഭിമാനം ഇപ്പോൾ ഉപേക്ഷിക്കേണ്ടി വരും. ആത്മാവാണ് കേൾക്കുന്നത്, ആത്മാവാണ് ധാരണ ചെയ്യുന്നത്. ആത്മാവ് ഇതിൽ ഇല്ലായിരുന്നുവെങ്കിൽ ശരീരത്തിന് അനങ്ങാൻ പോലും സാധിക്കില്ല. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ ഈ ഉറച്ച നിശ്ചയം വരുത്തണം. പരമാത്മാവ് ആത്മാക്കളായി നമുക്ക് ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ആത്മാക്കളും ശരീരത്തിലൂടെ കേൾക്കുന്നു. പരമാത്മാവ് ശരീരത്തിലൂടെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അടിക്കടി മറന്നുപോകുന്നു. ദേഹം ഓർമ്മ വരുന്നു. നല്ലതോ മോശമോ ആയ സംസ്കാരം ആത്മാവിൽ തന്നെയാണുള്ളത് എന്നതും അറിയുന്നുണ്ട്. മദ്യം കുടിക്കുന്നത്, മോശമായത് സംസാരിക്കുന്നത്, ഇതും ആത്മാവാണ് ഓർഗൻസിലൂടെ ചെയ്യുന്നത്. ആത്മാവ് തന്നെയാണ് ഈ ഓർഗൻസിലൂടെ ഇത്രയും പാർട്ട് അഭിനയിക്കുന്നത്. ആദ്യം ആത്മാഭിമാനി തീർച്ചയായും ആകേണ്ടതുണ്ട്. ബാബ ആത്മാക്കളെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ആത്മാവ് തന്നെയാണ് പിന്നെ ഈ നോളജ് കൂടെ കൊണ്ടുപോകുന്നത്. ഏതുപോലെ അവിടെ പരമാത്മാവ് ജ്ഞാനസഹിതം വസിക്കുന്നു, അതേപോലെ ആത്മാക്കളായ നിങ്ങളും ഈ നോളജ് കൂടെ കൊണ്ടുപോകും. ഞാൻ കുട്ടികളായ നിങ്ങളെ ഈ ജ്ഞാനസഹിതം കൊണ്ടുപോകുന്നു. പിന്നെ ആത്മാക്കളായ നിങ്ങൾക്ക് പാർട്ടിൽ വരേണ്ടതുണ്ട്. നിങ്ങളുടെ പാർട്ട് പുതിയ ലോകത്തിൽ പ്രാപ്തി അനുഭവിക്കുന്നതിൻ്റെതാണ്. ജ്ഞാനം മറന്നു പോകുന്നു. ഇതെല്ലാം നല്ല രീതിയിൽ ധാരണ ചെയ്യണം. ആദ്യം ഇത് വളരെയധികം ഉറപ്പിക്കണം. ഞാൻ ആത്മാവാകുന്നു. വളരെ പേരുണ്ട്, അവർ ഇത് മറന്നു പോകുന്നു. സ്വയം വളരെയധികം പ്രയത്നിക്കേണ്ടതുണ്ട്. വിശ്വത്തിൻ്റെ അധികാരി ആകണമെങ്കിൽ പ്രയത്നമില്ലാതെ ആവുകയില്ല. അടിക്കടി ഈ പോയിന്റ് തന്നെ മറന്നു പോകുന്നു. കാരണം ഇത് പുതിയ നോളജാണ്. എപ്പോഴാണോ സ്വയം ആത്മാവാണ് എന്നത് മറന്ന് ദേഹാഭിമാനത്തിൽ വരുന്നത്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ പാപം ഉണ്ടാകുന്നു.
ദേഹി അഭിമാനി ആകുന്നതിലൂടെ ഒരു പാപവും ഉണ്ടാകില്ല. പാപം ഇല്ലാതാകും. പിന്നെ പകുതി കൽപ്പം ഒരു പാപവും ഉണ്ടാകില്ല. അപ്പോൾ ഈ നിശ്ചയം വെക്കണം, ഞാൻ ആത്മാവാണ് പഠിക്കുന്നത്, ദേഹമല്ല. മുൻപ് ശാരീരിക മനുഷ്യൻ്റെ മതം ലഭിച്ചിരുന്നു. ഇപ്പോൾ ബാബ ശ്രീമത് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇത് പുതിയ ലോകത്തിൻ്റെ തികച്ചും പുതിയ നോളജാണ്. നിങ്ങളെല്ലാം പുതിയതായി മാറും. ഇതിൽ കുഴങ്ങിപ്പോകുന്നതിൻ്റെ കാര്യമേ ഇല്ല. അനേകം തവണ നിങ്ങൾ പഴയതിൽ നിന്നും പുതിയതും പുതിയതിൽ നിന്നും പഴയതും ആയി വന്നു. അതിനാൽ നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യണം. ഞാൻ ആത്മാവ് കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഈ കാര്യം ചെയ്യുന്നു. ഓഫീസിലും മറ്റും സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി കർമ്മേന്ദ്രിയങ്ങളിലൂടെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പഠിപ്പിക്കുന്നവനായ ബാബ തീർച്ചയായും ഓർമ്മ വരും. ആത്മാവ് തന്നെയാണ് ബാബയെ ഓർമ്മിക്കുന്നത്. നമ്മൾ ഭഗവാനെ ഓർമ്മിക്കുന്നു എന്ന് മുൻപും പറയുമായിരുന്നു. എന്നാൽ സ്വയം സാകാരമാണ് എന്ന് മനസ്സിലാക്കി നിരാകാരനെ ഓർമ്മിച്ചിരുന്നു. സ്വയം നിരാകാരനാണ് എന്ന് മനസ്സിലാക്കി നിരാകാരനെ ഒരിക്കലും ഓർമ്മിച്ചിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് സ്വയം നിരാകാര ആത്മാവായി മനസ്സിലാക്കി നിരാകാര പിതാവിനെ ഓർമ്മിക്കേണ്ടതുണ്ട്. ഇത് വളരെയധികം വിചാരസാഗര മഥനം ചെയ്യേണ്ട കാര്യമാണ്. ചിലർ എഴുതുന്നു, നമ്മൾ 2 മണിക്കൂർ ഓർമ്മയിലിരിക്കുന്നു. ചിലർ പറയുന്നു, നമ്മൾ സദാ ശിവ് ബാബയെ ഓർമ്മിക്കുന്നു. എന്നാൽ സദാ ആർക്കും ഓർമ്മിക്കാൻ സാധിക്കില്ല. അഥവാ ഓർമ്മിക്കുന്നുണ്ടായിരുന്നു എങ്കിൽ ആദ്യമേ തന്നെ കർമാതീത അവസ്ഥ ഉണ്ടായേനെ. കർമാതീത അവസ്ഥ വളരെ ശക്തമായ പ്രയത്നത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. ഇതിൽ എല്ലാ വികാരി കർമ്മേന്ദ്രിയങ്ങളും വശത്താകുന്നു. സത്യയുഗത്തിൽ എല്ലാ കർമ്മേന്ദ്രിയങ്ങളും നിർവികാരിയാകുന്നു. ഓരോ അംഗങ്ങളും സുഗന്ധിതമാകുന്നു. ഇപ്പോൾ ദുർഗന്ധമുള്ള മോശമായ അവയവങ്ങളാണ്. സത്യയുഗത്തിൻ്റേത് വളരെ പ്രിയപ്പെട്ട മഹിമയാണ്. അതിനെ പറയുന്നത് ഹെവൻ, പുതിയ ലോകം, വൈകുണ്ഠം എന്നാണ്. അവിടെയുള്ള ഫീച്ചേഴ്സ്, കിരീടം തുടങ്ങിയവ ഇവിടെ ആർക്കും ഉണ്ടാക്കാൻ സാധിക്കില്ല. നിങ്ങൾ കണ്ടിട്ട് വരികയും ചെയ്യുന്നു എങ്കിലും ഇവിടെ അത് ഉണ്ടാക്കാൻ സാധിക്കില്ല. അവിടെയാണെങ്കിൽ നാച്ചുറൽ ശോഭയുണ്ടായിരിക്കും. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് ഓർമ്മയിലൂടെ പാവനമാകേണ്ടതുണ്ട്. ഓർമ്മയുടെ യാത്ര വളരെയധികം ചെയ്യേണ്ടതുണ്ട്. ഇതിൽ വലിയ പ്രയത്നമുണ്ട്. ഓർമ്മിച്ച് കർമാതീത അവസ്ഥ നേടണം. അപ്പോഴാണ് എല്ലാ കർമ്മേന്ദ്രിയങ്ങളും ശീതളമാകുന്നത്. ഓരോ അംഗങ്ങളും വളരെ സുഗന്ധിതമാകണം. ദുർഗന്ധമുണ്ടായിരിക്കില്ല. ഇപ്പോഴാണെങ്കിൽ എല്ലാ കർമ്മേന്ദ്രിയങ്ങളിലും ദുർഗന്ധമാണ്. ഈ ശരീരം ഒരു ഉപയോഗവും ഉള്ളതല്ല. നിങ്ങളുടെ ആത്മാവ് ഇപ്പോൾ പവിത്രമായി കൊണ്ടിരിക്കുന്നു. ശരീരം ആവുക സാധ്യമല്ല. അതാകുന്നത് നിങ്ങൾക്ക് പുതിയ ശരീരം ലഭിക്കുമ്പോഴാണ്. ഓരോ അംഗങ്ങളിലും സുഗന്ധമുണ്ടായിരിക്കുക എന്നത് ദേവതമാരുടെ മഹിമയാണ്. കുട്ടികളായി നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടായിരിക്കണം. ബാബ വന്നിരിക്കുകയാണ്. അപ്പോൾ സന്തോഷത്തിൻ്റെ രസം കയറേണ്ടതാണ്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, അപ്പോൾ വികർമ്മം വിനാശമാകും. ഗീതയിലെ വാക്ക് എത്ര ക്ലിയറാണ്. ബാബ പറഞ്ഞിട്ടുമുണ്ട്, ആരാണോ എൻ്റെ ഭക്തർ, ആരാണോ ഗീത പഠിക്കുന്നവർ, അവർ ശ്രീകൃഷ്ണൻ്റെ പൂജാരി തീർച്ചയായും ആയിരിക്കും. അതിനാൽ ബാബ പറയുന്നു, ദേവതമാരുടെ പൂജാരിമാരെ കേൾപ്പിക്കണം. എന്നാൽ ശിവന്റെ പൂജ ചെയ്യുന്നു, പിന്നെ സർവവ്യാപിയാണ് എന്ന് പറയുന്നു. ഗ്ലാനി ചെയ്തുകൊണ്ടും ക്ഷേത്രത്തിൽ ദിവസവും പോകുന്നു. ശിവന്റെ ക്ഷേത്രത്തിൽ അനേകം പേർ പോകുന്നു. വളരെ ഉയർന്ന പടവുകൾ കയറി മുകളിൽ പോകുന്നു. ശിവന്റെ ക്ഷേത്രം മുകളിൽ ഉണ്ടാക്കുന്നു. ശിവബാബയും വന്ന് ഏണിപ്പടിയെക്കുറിച്ച് പറഞ്ഞു തരുന്നുവല്ലോ. ആ ഒന്നിൻ്റേത് ഉയർന്ന നാമമാണ്, ഉയർന്ന സ്ഥാനമാണ്. എത്ര മുകളിൽ പോകുന്നു. ബദ്രിനാഥ്, അമർനാഥ്, അവിടെ ശിവന്റെ ക്ഷേത്രമാണ്. ഉയരങ്ങളിലേക്ക് കയറ്റുന്നവനാണ്. അപ്പോൾ ആ ഒന്നിൻ്റെ ക്ഷേത്രവും വളരെ ഉയർന്നത് ഉണ്ടാക്കുന്നു. ഇവിടെ ഗുരുശിഖറിലെ ക്ഷേത്രവും ഉയർന്ന പർവ്വതത്തിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്.
ഉയർന്ന ബാബ ഇരുന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നു. ശിവബാബ വന്ന് പഠിപ്പിക്കുന്നു എന്ന് ലോകത്തിൽ മറ്റാരും അറിയുന്നില്ല. അവരാണെങ്കിൽ സർവ്വവ്യാപി എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ എയിം ഓബ്ജക്റ്റും നിൽക്കുന്നു. ഇത് നിങ്ങളുടെ എയിം ഓബ്ജക്റ്റാണ് എന്ന് ബാബയല്ലാതെ മറ്റാരാണ് പറയുക? ഇത് ബാബ തന്നെയാണ് കുട്ടികളായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ സത്യനാരായണന്റെ കഥയും കേൾക്കുന്നു. അവരാണെങ്കിൽ എന്താണോ പാസ്റ്റ് ആകുന്നത് അതിൻ്റെ കഥകൾ പറയുന്നു, മുൻപ് എന്തെല്ലാം നടന്നു എന്ന്. ഇതിനെ കഥ എന്ന് പറയുന്നു. ഈ ഉയർന്നതിലും ഉയർന്ന ബാബ വലുതിലും വലിയ കഥ കേൾപ്പിക്കുന്നു. ഈ കഥ നിങ്ങളെ വളരെയധികം ഉയർന്നതാക്കുന്ന ഒന്നാണ്. ഇത് സദാ ഓർമ്മ വയ്ക്കണം. വളരെ പേരെ കേൾപ്പിക്കുകയും വേണം. കഥ കേൾപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നിങ്ങൾ എക്സിബിഷനും മ്യൂസിയവും ഉണ്ടാക്കുന്നത്. 5000 വർഷം മുമ്പ് ഭാരതം തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിൽ ദേവതമാർ രാജ്യം ഭരിച്ചിരുന്നു. ഇതാണ് സത്യമായ കഥ. അത് മറ്റാർക്കും പറഞ്ഞു തരാൻ സാധിക്കില്ല. ഇത് റിയൽ കഥയാണ്. അത് ചൈതന്യ വൃക്ഷപതിയായ ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. അതിലൂടെ നിങ്ങൾ ദേവതയാകുന്നു. ഇതിൽ പവിത്രത മുഖ്യമാണ്. പവിത്രമാവുകയില്ലെങ്കിൽ ധാരണ ഉണ്ടാവുകയില്ല. സിംഹിണിയുടെ പാലിനു വേണ്ടി സ്വർണപാത്രം ആവശ്യമാണ്. അപ്പോഴേ ധാരണ ഉണ്ടാവുകയുള്ളൂ. ഈ കാതുകൾ പാത്രത്തിന് സമാനമാണല്ലോ. ഇത് സ്വർണത്തിൻ്റെ പാത്രമാകണം. ഇപ്പോൾ കല്ലിൻ്റേതാണ്. സ്വർണത്തിൻ്റേതാകുമ്പോൾ തന്നെയാണ് ധാരണ ഉണ്ടാവുക സാധ്യമാകുന്നത്. വളരെ അറ്റൻഷനോടെ കേൾക്കുകയും ധാരണ ചെയ്യുകയും വേണം. കഥയാണെങ്കിൽ ഈസിയാണ്. അത് ഗീതയിൽ എഴുതിയിട്ടുണ്ട്. അവർ കഥകൾ കേൾപ്പിച്ച് സമ്പാദിക്കുന്നു. കേൾക്കുന്നവരിൽ നിന്നും അവരുടെ സമ്പാദ്യമുണ്ടാകുന്നു. ഇവിടെ നിങ്ങളുടെയും സമ്പാദ്യമാണ്. 2 സമ്പാദ്യവും നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ടും വ്യാപാരമാണ്. പഠിപ്പിക്കുകയും ചെയ്യുന്നു. പറയുന്നു, മന്മനാഭവ, പവിത്രമാകൂ. ഇങ്ങനെ മറ്റാരും പറയുന്നില്ല. മന്മനാഭവയായി ഇരിക്കുന്നുമില്ല. ഇവിടെ ഒരു മനുഷ്യനും പവിത്രമായിരിക്കുക സാധ്യമല്ല. കാരണം ഭ്രഷ്ടാചാരത്തിലൂടെയുള്ള ജന്മമാണ്. രാവണ രാജ്യം കലിയുഗ അന്തിമം വരെ നടക്കേണ്ടതുണ്ട്. അതിൽ പാവനമാകേണ്ടതുണ്ട്. പാവനം എന്ന് പറയുന്നത് ദേവതമാരെയാണ്, മനുഷ്യരെ അല്ല. സന്യാസിമാരും മനുഷ്യരാണ്. അവരുടേത് നിവൃത്തി മാർഗത്തിൻ്റെ ധർമ്മമാണ്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പവിത്രമായി മാറും. ഭാരതത്തിൽ പ്രവൃത്തി മാർഗത്തിൻ്റെ തന്നെ രാജ്യമാണ് നടന്നത്. നിവൃത്തി മാർഗത്തിലുള്ളവരുമായി നിങ്ങൾക്ക് ഒരു കണക്ഷനുമില്ല. ഇവിടെയാണെങ്കിൽ സ്ത്രീക്കും പുരുഷനും 2 പേർക്കും പവിത്രമാകേണ്ടതുണ്ട്. 2 ചക്രങ്ങളും ചലിക്കുകയാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ വഴക്കുണ്ടാകുന്നു. പവിത്രതയുടെ കാര്യത്തിൽ തന്നെയാണ് വഴക്കു നടക്കുന്നത്. മറ്റൊരു സത്സംഗത്തിലും പവിത്രതയുടെ കാര്യത്തിൽ വഴക്കുണ്ടാകുന്നു എന്ന് ഒരിക്കലും കേട്ടിട്ടുണ്ടാകില്ല. ഈ ഒരേ ഒരു തവണ എപ്പോഴാണോ ബാബ വരുന്നത് അപ്പോൾ വഴക്കുണ്ടാകുന്നു. അബലകളുടെ മേൽ അത്യാചാരം ഉണ്ടാകും എന്ന് സാധു സന്യാസിമാരോ മറ്റോ എപ്പോഴെങ്കിലും പറയുന്നുണ്ടോ? ഇവിടെ പെൺകുട്ടികൾ വിളിക്കുന്നു, ബാബ നമ്മളെ രക്ഷിക്കൂ. ബാബയും ചോദിക്കുന്നു, നഗ്നമാകുന്നില്ലല്ലോ? കാരണം കാമം മഹാശത്രുവാണല്ലോ. പൂർണ്ണമായും വീണ് കിടക്കുന്നു. ഈ കാമവികാരം നിങ്ങളെ വർത്ത് നോട്ട് പെന്നി ആക്കി. ബാബ പറയുന്നു, 63 ജന്മം നിങ്ങൾ വേശ്യാലയത്തിൽ കഴിയുന്നു. ഇപ്പോൾ പാവനമായി ശിവാലയത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഈ ഒരു ജന്മം പവിത്രമാകൂ. ശിവ് ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ ശിവാലയമായ സ്വർഗത്തിൽ പോകും. എന്നിരുന്നാലും കാമവികാരം എത്ര ശക്തമാണ്, എത്ര വിഷമിപ്പിക്കുന്നു. ആകർഷണമുണ്ടാകുന്നു. ആകർഷണം മാറ്റണം. തിരികെ പോകേണ്ടതുണ്ട് എന്നിരിക്കെ തീർച്ചയായും പവിത്രമാകണം. ടീച്ചർ സ്ഥിരമായി ഇരിക്കുകയൊന്നുമില്ല. പഠനം അല്പം സമയമാണ് നടക്കുക. ബാബ പറഞ്ഞു തരുന്നു, ഇത് എൻ്റെ രഥമാണല്ലോ. രഥത്തിൻ്റെ ആയുസ് പറയും. ബാബ പറയുന്നു, ഞാനാണെങ്കിൽ സദാ അമരമാണ്. എൻ്റെ നാമം തന്നെ അമരനാഥൻ എന്നാണ്. പുനർജന്മം എടുക്കുന്നില്ല.
അതിനാൽ അമരനാഥൻ എന്ന് പറയുന്നു. നിങ്ങളെ പകുതി കൽപ്പത്തേക്ക് അമരമാക്കുന്നു. എന്നിരുന്നാലും നിങ്ങൾ പുനർജന്മം എടുക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് മുകളിലേക്ക് പോകേണ്ടതുണ്ട്. പാദം ഈ ഭാഗത്തും മുഖം ആ ഭാഗത്തേക്കും ആക്കണം. പിന്നെ ഈ ഭാഗത്തേക്ക് മുഖം എന്തിനു തിരിക്കണം? ബാബ തെറ്റ് സംഭവിച്ചു, മുഖം ഈ ഭാഗത്തേക്കായി എന്ന് പറയുന്നു. എങ്കിൽ തലകീഴായി മാറുന്നു എന്നർത്ഥം. നിങ്ങൾ ബാബയെ മറന്ന് ദേഹാഭിമാനിയാകുന്നു. അപ്പോൾ തലകീഴായി മാറുന്നു. ബാബയെല്ലാം പറഞ്ഞു തരുന്നു. ബാബയോട് യാതൊന്നും യാചിക്കരുത്. ബലം തരൂ, ശക്തി തരൂ. ബാബ വഴി പറഞ്ഞു തരുന്നു. യോഗബലത്തിലൂടെ ഇങ്ങനെ ആകണം. നിങ്ങൾ യോഗബലത്തിലൂടെ ഇത്രയും ധനികരാകുന്നു. അതിലൂടെ 21 ജന്മം ഒരിക്കലും ആരോടും യാചിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും നിങ്ങൾ ബാബയിൽ നിന്നും എടുക്കുന്നു. ബാബ അളവറ്റ സമ്പാദ്യം ചെയ്യിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. പറയുന്നു, എന്താഗ്രഹിക്കുന്നോ അത് നേടിയെടുക്കൂ. ഈ ലക്ഷ്മി നാരായണൻ ഹയ്യസ്റ്റ് ആണ്. പിന്നെ എന്താഗ്രഹിക്കുന്നുവോ അത് നേടൂ. പൂർണ്ണമായും പഠിക്കുകയില്ലെങ്കിൽ പ്രജയിലേക്ക് പോകും. പ്രജകളെയും തീർച്ചയായും തയ്യാറാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ മ്യൂസിയം മുന്നോട്ട് പോകവേ അനേകമാകും. നിങ്ങൾക്ക് വലിയ വലിയ ഹാൾ ലഭിക്കും, കോളേജ് ലഭിക്കും. അതിൽ നിങ്ങൾ സർവീസ് ചെയ്യും. ഈ വിവാഹത്തിന് വേണ്ടി ഹാൾ നിർമ്മിക്കുന്നു. ഇതും നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. നിങ്ങൾ മനസ്സിലാക്കിക്കും, ശിവഭഗവാൻ വാച, ഞാൻ നിങ്ങളെ ഇങ്ങനെ പവിത്രമാക്കി മാറ്റുന്നു. അപ്പോൾ ട്രസ്റ്റി ഹാൾ നൽകും. പറയൂ, ശിവഭഗവാൻ വാച, കാമം മഹാശത്രുവാണ്. അതിലൂടെ ദുഃഖം നേടി. ഇപ്പോൾ പാവനമായി പാവന ലോകത്തിലേക്ക് പോകേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഹാൾ ലഭിച്ചുകൊണ്ടിരിക്കും. പിന്നെ ടു ലേറ്റ് എന്ന് പറയും. ബാബ പറയുന്നു, ഞാൻ പിന്നീട് നിറയെ നൽകേണ്ടി വരും വിധം വെറുതെ വാങ്ങുകയില്ല. കുട്ടികളുടെ ചില്ലിക്കാശിലൂടെ തടാകമുണ്ടാകുന്നു. ബാക്കി എല്ലാം മണ്ണിൽ ചേരേണ്ടതുണ്ട്. ബാബ ഏറ്റവും വലിയ വാതുവയ്പ്പുകാരനുമാണ്, സ്വർണ്ണ പണിക്കാരനാണ്, ഡോബിയാണ്, കരകൗശലക്കാരനുമാണ്. ശരി, മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ബാബ ഏതൊരു സത്യസത്യമായ കഥ കേൾപ്പിക്കുന്നു അത് അറ്റൻഷനോടെ കേൾക്കുകയും ധാരണ ചെയ്യുകയും വേണം. ബാബയോട് യാതൊന്നും യാചിക്കരുത്. 21 ജന്മത്തേക്ക് തൻ്റെ സമ്പാദ്യം ശേഖരിക്കണം. തിരികെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അതിനാൽ യോഗബലത്തിലൂടെ ശരീരത്തിൻ്റെ ആകർഷണം സമാപ്തമാക്കണം. കർമ്മേന്ദ്രിയങ്ങളെ ശീതളമാക്കണം. ഈ ദേഹത്തിൻ്റെ ബോധം ഉപേക്ഷിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. വരദാനം. ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് അനേകം ആത്മാക്കളുടെ സേവനം ചെയ്യുന്ന ലൈറ്റ് മൈറ്റ് സമ്പന്നമായി ഭവിക്കട്ടെ. ഇതുപോലെ ലൈറ്റ് ഹൗസ് ഒരു സ്ഥാനത്ത് സ്ഥിതി ചെയ്തുകൊണ്ട് ദൂരെയുള്ള സേവനം ചെയ്യുന്നു. അതേപോലെ താങ്കൾക്കേവർക്കും ഒരു സ്ഥാനത്തായിരിക്കുമ്പോഴും അനേകരുടെ സേവനാർത്ഥം നിമിത്തമാകാൻ സാധിക്കും. ഇതിൽ കേവലം ലൈറ്റും മൈറ്റും കൊണ്ട് സമ്പന്നമാകുന്നതിൻ്റെ ആവശ്യകതയാണ് ഉള്ളത്. മനസ്സും ബുദ്ധിയും സദാ വ്യർത്ഥം ചിന്തിക്കുന്നതിൽ നിന്നും മുക്തമാകണം. മന്മനാഭവയുടെ മന്ത്രത്തിൻ്റെ സഹജ സ്വരൂപമാകണം. മനസ്സ ശുഭഭാവന, ശ്രേഷ്ഠ കാമന, ശ്രേഷ്ഠ വൃത്തി, ശ്രേഷ്ഠ വൈബ്രേഷനിലൂടെ സമ്പന്നമാകണം. അപ്പോൾ ഈ സേവനം സഹജമായി ചെയ്യാൻ സാധിക്കും. ഇതുതന്നെയാണ് മനസ്സാ സേവനം. സ്ലോഗൻ. ഇപ്പോൾ താങ്കൾ ബ്രാഹ്മണ ആത്മാക്കൾ മൈറ്റ് ആകൂ. മറ്റ് ആത്മാക്കളെ മൈക്ക് ആക്കൂ. ഓം ശാന്തി. ലോകത്തിൻ്റെ അഭ്യാസം.
സംഗമയുഗത്തിലെ തപസ്വി സ്വരൂപമാണ് സ്വപരിവർത്തനത്തിൻ്റെയും വിശ്വപരിവർത്തനത്തിൻ്റെയും ആധാരം. ദിവ്യ ബുദ്ധിയാകുന്ന മൂന്നാമത്തെ നേത്രം ശക്തിശാലി ആയിരിക്കുമ്പോഴാണ് നമുക്ക് തപസ്വി സ്വരൂപം ആയിരിക്കുവാൻ സാധിക്കുന്നത്. അല്പസമയം മൂന്നാമത്തെ നേത്രത്തെ ശക്തിശാലിയാക്കുന്ന തപസ്യയിൽ ഇരിക്കാം. സംഗമയുഗേ ബ്രാഹ്മണ ജന്മത്തിൻ്റെ വിശേഷ ഉപഹാരമായി ലഭിച്ച മൂന്നാമത്തെ നേത്രത്തിലൂടെ ദിവ്യബുദ്ധിയിലൂടെ ഞാൻ എൻ്റെ ആത്മസ്വരൂപത്തെ ദർശിക്കുന്നു. മസ്തക മധ്യത്തിൽ ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ തിളങ്ങുന്ന മണിയായി ഞാൻ വിരാജിക്കുന്നു. ഞാൻ സ്വരാജ്യ അധികാരി ആത്മാവാണ്. സാകാര ദേഹത്തിൽ നിന്നും പഴയ ലോകത്തിൽ നിന്നും ഞാൻ ഉപരാമമാകുന്നു. മൂന്നാമത്തെ നേത്രത്തിലൂടെ ഞാൻ ആത്മലോകത്തെ ദർശിക്കുന്നു. സമസ്ത വിശ്വത്തിൻ്റെ മംഗളകാരിയായ ശിവഭഗവാന്റെ ദിവ്യ സാന്നിധ്യത്താൽ പ്രശോഭിതമായിരിക്കുന്ന ആത്മഗ്രഹത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ എത്ര ആനന്ദമാണ്! എത്ര ശാന്തിയാണ്! മധുരമായ ബാബ മൂന്നാമത്തെ നേത്രത്തിൻ്റെ ദിവ്യ വരദാനം നൽകി എന്നെ ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ അധികാരിയാക്കി മാറ്റി. ബാബയുടെ സ്നേഹസാഗര സ്വരൂപത്തെ അനുഭവിച്ചുകൊണ്ട് എൻ്റേത് ഒരു ബാബ മാത്രം എന്ന ശക്തിശാലിയും ഗഹനവുമായ തപസ്യയുടെ സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഒന്നിൻ്റെ മാത്രം ശക്തിശാലി ഓർമ്മ വികർമ്മങ്ങളുടെ ബന്ധനത്തെ ഭസ്മമാക്കുകയാണ്. സർവഗുണങ്ങളുടെയും ശക്തികളുടെയും ദിവ്യ വരദാനങ്ങളാൽ സമ്പന്നമാക്കുകയാണ്.
എന്നിൽ പരമാത്മാ പവിത്രതയുടെ ശക്തി നിറയുന്ന അനുഭവം എനിക്കുണ്ടാകുന്നു. ഈ അതീന്ദ്രിയ സുഖമയ സ്ഥിതിയിൽ ഞാൻ ലീനമാകുന്നു. ഏകരസ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. മായയെ ശക്തിഹീനമാക്കുന്ന, സമസ്യകളെ സമാപ്തമാക്കുന്ന എൻ്റെ മൂന്നാമത്തെ നേത്രം സദാ ശക്തിശാലിയായിരിക്കട്ടെ. ഈ ദൃഢസങ്കല്പം എടുത്തുകൊണ്ട് സാകാരത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു.